സ്ഥലത്തോട്ടേക്ക് പോകുന്ന സ്ഥലമാണ്. നമ്മുടെ വണ്ടിയുടെ പണി തെറ്റിട്ടില്ല. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇതാ നമ്മളെ മുത്ത് മണിയുണ്ട്, നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഷൊർണൂരേക്ക് ഇനി പോകുന്നത്. ഷൊർണൂർ കുഞ്ഞാപ്പൂനെ കാണാം. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കണ്ടു കുഞ്ഞാപ്പൂനെ. അപ്പൊ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീടാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെയാണ് താമസിച്ചത്. 2 ദിവസത്തെ, അതായത് ഫസ്റ്റ് യാത്ര തുടങ്ങിയത് കൊണ്ട് തന്നെ 2 ദിവസത്തെ യാത്ര കൊണ്ട് ചെറിയൊരു ക്ഷീണം പിടിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ലേറ്റ് ആയത്. ഏകദേശം സമയം 12 മണി കഴിഞ്ഞ്. അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കുഞ്ഞാപ്പൂന്റെ അടുത്താണ്. കുഞ്ഞാപ്പൂനെ വിളിച്ചിട്ടോ കോൺടാക്ട് ചെയ്തിട്ടോ ഒന്നുമില്ല. കുഞ്ഞാപ്പൂന്റെ അടുത്ത് പോയി നോക്കാം, പറ്റുമെങ്കിൽ കാണാം, അടുത്ത വിശേഷങ്ങൾ അറിയാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ട്? എറണാകുളത്തേക്കാണ്. ഇന്ന് സ്റ്റേ എറണാകുളത്താണ്. നാളെ രാവിലെ എറണാകുളത്ത് നിന്ന് വിടും. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. വീഡിയോയിൽ കേട്ടിട്ടുണ്ടാവും, പേര് ഓർമ്മയില്ല. എന്തായാലും ഇവരെന്താണ് കാണാൻ പറ്റില്ല. നമ്മുടെ വീഡിയോയിൽ മാത്രമാണ് ആരുമില്ലാത്ത സമയത്താണ് തൊള്ളറക്കുള്ളൂ. മോളെ ഞാൻ തൊടുന്നില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഹലോ, അങ്ങനെ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ഷൊർണൂര്. ഞാൻ മുന്നത്തെ വീഡിയോയില് നിങ്ങൾ എല്ലാവരും കണ്ടു പരിചയം ഉണ്ടാവും. നമ്മുടെ കുഞ്ഞാപ്പൂന്, പിന്നെ അതുപോലെ നുസിനെ. കുഞ്ഞാപ്പൂന്റെ വീഡിയോ എല്ലാവരോടും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ആരും അറിയാതിരിക്കൂല. നുസി, കുഞ്ഞാപ്പൂ. കുഞ്ഞാപ്പൂനെ കാണാൻ, അതായത് നമ്മൾ കേരളത്തിൽ തന്നെ പറയുന്നില്ലേ, കേരളത്തിൽ ഒരുപാട് മിക്ക ആളുകളെയും നമ്മൾ കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് ഓൾ കേരളം മുഴുവൻ കറങ്ങിയിട്ടാണ് കേരളത്തിന് പുറത്തോട്ട് പോകുള്ളൂ. അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മാസ്റ്റർ പീസിനെ കണ്ടിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇനി കുഞ്ഞാപ്പൂവിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് അടുത്തത് ആരാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കുഞ്ഞാപ്പൂവിന് ന്യൂസിൻ്റെയും വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്ന് കുഞ്ഞാപ്പൂവിനെ കണ്ട് സന്തോഷമാണ്, ഒരുപാട് സന്തോഷം. കാരണം എപ്പോൾ വരികയാണെങ്കിലും ഇവിടെ ഈ ഭാഗത്ത് എത്തുകയാണെങ്കിലും എന്തായാലും മൂപ്പരെ കാണുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാം വിളിച്ച്, അതായത് ഒരു പോസിറ്റീവ് എനർജിയാണ്. മൂപ്പരോട് കണ്ടാലും സംസാരിച്ചാലും നമുക്കൊരു മനസ്സിനൊരു മടുപ്പുണ്ടാവില്ല. പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളറിയാം, എന്നെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യണം? കുഞ്ഞാപ്പൂവിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് പേര് സപ്പോർട്ടിങ് ഉണ്ടാവും എനിക്കറിയാം. എന്നാൽ പോലും കട്ടക്ക് സപ്പോർട്ട് ചെയ്യണം. ഇതാ നമ്മളെ മുത്ത് മണിയുണ്ട്, നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതാ. അതായത് ഇവരുടെ ഫാമിലി വ്ളോഗ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് ഒരിക്കലും ഒരു പ്രാവശ്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പിന്നെ പറയുന്നത്. നെക്സ്റ്റ് പ്ലാൻ എന്താ? പട്ടാമ്പിക്കാണ് അല്ലേ? പട്ടാമ്പി പോയിട്ട് അവിടെ കണ്ടിട്ട് വെള്ളിയാങ്കല്ല് കഴിച്ചില്ല. അപ്പൊ നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് തിരക്കിലാണ്, ആരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പട്ടാമ്പിക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് തിരിച്ചിട്ട് ഇനി പോകുന്നത് തൃശ്ശൂരേക്കാണ്. അപ്പൊ തൃശ്ശൂർ പറ്റുന്നുണ്ടെങ്കിൽ വേറൊരാളും കൂടി കാണാനുണ്ട്. അത് നമുക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ
അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണുള്ളത്. ഇവിടെ നമ്മുടെ സുഹൃത്ത് മനാഫിൻ്റെ നമ്മളറിയാം, ഈ ബുൾജെറ്റിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ബുൾജെറ്റ് ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു, മനാഫിനെ എന്തോ കാണാനോ എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇനി അവരെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത്. ദൈവത്തിന്റെ നാട് പോയിട്ട് നമ്മൾ അങ്ങോട്ട് വരികയല്ലോ. അതല്ല പോണ വഴിക്ക് നേരെ കണ്ട് ഇത് ഡൊമിനർ ആ ബജാജിന്റെ. തൃശ്ശൂരിൽ നിന്ന് വിട്ടു. ഇനി നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത്. രാത്രി ഏകദേശം 9 മണിയോളാവും എറണാകുളത്ത് എത്തുമ്പോൾ. അപ്പം നമുക്ക് ഇനി രാവിലെ എറണാകുളത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പം നമ്മൾ എറണാകുളത്താണ് ഉള്ളത്. എറണാകുളത്ത് നമ്മുടെ വള്ളിത്തോട് തന്നെ ജോലി ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ റൂമിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇന്നലെ അതുപോലെ എറണാകുളത്തെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. ഏകദേശം 10-11 മണിയായി. വന്ന് നല്ല ടയേർഡായിരുന്നു, കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എറണാകുളത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം. എറണാകുളത്ത് നല്ല കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും അതൊരു വെറൈറ്റി നമ്മുടേതായിട്ടുള്ള രീതിയിൽ, നമ്മുടേതായിട്ടുള്ള ലെവലിൽ ഞങ്ങൾ കാണിക്കാൻ പോവാണ്. നമുക്ക് നമ്മൾ എറണാകുളത്തെ കാഴ്ച കാണാം. ഓക്കെ, ജ്യൂസ് ചർച്ച് ഉണ്ട്, കൊച്ചി പാലസ് ഉണ്ട്, ഡച്ച് പാലസ് ഉണ്ട്, വാസ്കോഡിഗാമ സ്ക്വയർ ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ ഇഷ്ടംപോലെ കോളനികളുണ്ട്. എവിടെ ഇവിടുന്ന് പോലെ ഫുഡ് കഴിച്ചത്. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പിന്നെ ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ നല്ല പഴയ കൊച്ചിയുടെ പുരാതന ചരിത്രങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ പോയി നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൊച്ചിയല്ല എന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ സ്വന്തം ബിലാൽ ഖാന്റെ വീടിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. കൊച്ചിയിൽ ഇതാ വീട്. നമ്മൾ കൊച്ചിയിൽ ബിലാൽ ഖാന്റെ സ്വന്തം വീട്. നമ്മളെല്ലാവരും, ഒരു മലയാളികൾ ആരും മലയാളികളെന്നല്ല, മമ്മൂട്ടിയുടെ ബിലാൽ സിനിമ കണ്ട ആരും മറന്നിട്ടുണ്ടാവില്ല ഈ സ്ഥലം. പഴയ കൊച്ചിയുടെ, അതായത് കൊച്ചിയുടെ പഴയ ചരിത്രം ഉറങ്ങുന്ന തെരുവോരങ്ങളാണിത്. ഒരുപാട് നല്ല പഴയകാല ബിൽഡിങ്ങുകളും അതുപോലെ എറണാകുളത്ത് ഇതാക്കുമ്പോൾ എറണാകുളം ഫുള്ള് സിറ്റി അല്ല. ഇത് കൊച്ചി എന്ന് പറയുമ്പോൾ പഴയ, അതായത് കൊച്ചിയുടെ ചരിത്രം തന്നെ ഉറങ്ങുന്നത് ഈ തെരുവിൽ. കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാൽ കാടൊക്കെ, അതായത് ബിലാൽ സിനിമ ഷൂട്ട് ചെയ്തൊക്കെ സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരുപാട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരുപാട് ബെസ്റ്റ് ഏരിയകളാണിത്. ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്, ഞാൻ കാണിച്ചു. ഇങ്ങോട്ട് വന്നൊരു പാർക്ക് ചെയ്താൽ തന്നെ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ കൊച്ചി. അത്രേ ഉള്ളൂ. ബീച്ച്, അതേപോലെ വാസ്കോഡി ഗാമന്റെ ഈ അർബറാണ്, അതേപോലെ വാസ്കോഡി ഗാമന്റെ ഈ അർബറാണ്, അതേപോലെ വാസ്കോഡി ഗാമന്റെ ഈ അർബറാണെങ്കിലും ശരി, മട്ടഞ്ചേരി പാലസ് ആണെങ്കിലും ശരി, എല്ലാം തൊട്ടടുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പൊ നമുക്കിവിടെ ഈ കൊച്ചിയിലോട്ടേക്കുള്ളത്.
നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത്. കൊച്ചിയിൽ പിന്നെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ മീൻ പിടിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഏകദേശം 6 പേര് നിന്നിട്ടാണ് ഈ വല വലിക്കുന്നത്. വലയുടെ ചീനവലയാണ്, അങ്ങനത്തെ അതിൻ്റെ പേര് പറയുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല വലയുടെ പേര്. അപ്പോൾ ആ വല വലിക്കുവാണ് ഇവർ. പക്ഷെ വലിച്ചാൽ തന്നെ ഇവർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാരമാണ് അവർ വലിച്ചു കയറ്റുന്നത്. അതിനുശേഷം അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള മീനുകളാണ്. ഞങ്ങളിപ്പം കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കി, കൂടി വന്നാൽ 1 കിലോയോ അല്ലെങ്കിൽ 1 കിലോ പോലും കാണുകയില്ല, അത്രയുള്ള മീനാണ് ഇവർക്ക് കിട്ടുന്നത്. ഏകദേശം ഇവരിത് ഒരുപാട് സമയം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരാൾ ഒരു ദിവസം അധ്വാനിക്കുന്ന പൈസയൊന്നും ഇവർക്ക് എന്തായാലും കിട്ടുന്നില്ല. ഞങ്ങൾ കണ്ടിട്ട് കിട്ടുന്നില്ല. ഇപ്പം തീരെ മോശം കാലാവസ്ഥയാണ്, ഈ മോശം സിറ്റുവേഷൻ ആണെന്നാണ് ഇവർ പറഞ്ഞത് ഞങ്ങളോട് ചോദിച്ചപ്പോൾ. ഇതാണ് പിടക്കണ മീൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള മീനല്ല. ഇവിടെയൊക്കെ പിടക്കണ മീൻ എന്ന് പറഞ്ഞാൽ ഈ പിടക്കണ മീൻ തന്നെ വിൽക്കുക അല്ലേ ഏട്ടാ? അല്ലേ? ആ ചേട്ടനെ ഇവിടുന്ന് പിടിച്ചിട്ട് വിൽക്കണാണോ? നിങ്ങൾ പിടുത്തക്കാർ, നിങ്ങൾ അവിടുന്ന് മേടിച്ചിട്ട് നിങ്ങൾ വിൽക്കണം അല്ലേ? ആ കേട്ടോ, ഫ്രഷ് മീനാണ്, പുതിയ ഇവിടുന്ന് പിടിക്കുക. അതായി കടലിൽ നിന്ന് എങ്ങനെ പിടിക്കുക, ഇവിടെ വിൽക്കുക. സ്രാവിൻ്റെ കുട്ടികൾ, ഞണ്ട്, ടൈഗർ ഫിഷ്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ ഇനി റൂമിലേക്ക് പോവുകയാണ്. കാരണം മനാഫിന്റെ ബൈക്കിന്റെ ബുള്ളറ്റിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ സർവീസും ചെയ്യണം. അപ്പോൾ അത് പോയിട്ട് തിരിച്ച് നേരെ നമ്മൾ രണ്ടാമതും വന്നിട്ട് ആ കാഴ്ചകൾ നമുക്ക് കാണിക്കാം അടുത്ത വീഡിയോയിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.